ഹരിയേട്ടൻ പറയാനൊന്നുമില്ലല്ലോ, ഇതിനു മുമ്പ് ഇറങ്ങിയതല്ലേ. ലോക്കലാകുമ്പോൾ ഇതിനെക്കാട്ടി നല്ല ബെറ്റർ ആയിട്ടുണ്ട്. സൂപ്പർ സൗണ്ട് അടിപൊളിയല്ലേ, സൂപ്പർ കിണ്ണം കച്ചി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല സിനിമയായിരുന്നു. ഫാമിലി ആയിട്ട് വന്ന് ഒരു തവണ കൂടെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ അടിപൊളിയായിരുന്നു. ഇനി നരസിംഹം രാവണപ്രഭു സിനിമയൊക്കെ ഇതേപോലെ 4K വന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കൊള്ളാം, നല്ല സിനിമ, നല്ല സിനിമ. കൊള്ളാം, നല്ലതാണ്, എല്ലാം ബെറ്ററാണ്. എല്ലാം വളരെ വ്യത്യാസമുണ്ട്. നേരത്തെ കണ്ടതിനൊക്കെ കുറച്ചുകൂടെ നല്ലത്. കണ്ടതാ 20-25 വർഷം മുമ്പ് കണ്ടതാ. ഇപ്പം നല്ല ക്വാളിറ്റി ഒക്കെ അടിപൊളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, സൂപ്പറായിരുന്നു. കണ്ടതാ, പിന്നെ പാട്ടും കാര്യങ്ങളൊക്കെ 4K ആണത് കാണാൻ വേണ്ടി വന്നു. എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കണ്ട സിനിമയാണ്. അപ്പോൾ അന്ന് കണ്ട അതേ വൈബ്, പ്രത്യേകിച്ച് അതിനേക്കാൾ ഉപരി മുകളിലാണ് എനിക്ക് ആസ്വാദനം ഫീൽ ചെയ്തത്. കാരണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ടെക്നോളജിയൊക്കെ ഇതിൽ വളരെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു, സൂപ്പറായിരുന്നു. തിയേറ്ററിൻ്റെ ഇതുകൊണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. സിനിമ വേറെ ലെവലാണല്ലോ, പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസും അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു, നല്ല ക്ലാരിറ്റി, നല്ല ഇതെല്ലാം ഉണ്ട്, അടിപൊളിയായിരുന്നു. ഇത് ഞാൻ മുമ്പ് കണ്ട റിലീസ് ആയതിന്റെ അന്ന് കണ്ട പടം തന്നെ. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. സൗണ്ടൊക്കെ നല്ല സൗണ്ടാണ്. എല്ലാവരും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള എല്ലാവരും കാണുന്നുള്ളതാണ് അഭിപ്രായം. പിക്ചർ നന്നായിരുന്നു, പാട്ടും എല്ലാം നമ്മളെ സൗണ്ട് മിക്സിംഗ് ഒക്കെ സൂപ്പർ ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എഡിറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന പോലെയുണ്ട്, അത് കുറച്ചടുത്ത് മാത്രം, അതർവൈസ് കൊള്ളായിരുന്നു, നന്നായിരുന്നു. നല്ല സിനിമയായിരുന്നു. നല്ല കാണാൻ കുറച്ചും കൂടെ നല്ല സൗണ്ട് ക്ലാരിറ്റിയും എല്ലാം നല്ല ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. തിയേറ്ററിൽ വൈബായിരുന്നു, സൂപ്പറായിരുന്നു. TV-യിൽ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്, എപ്പം വന്നാലും കാണും. അപ്പോൾ ആ സമയത്ത് തന്നെ ഇപ്പം തിയേറ്ററിൽ വന്നപ്പോഴത്തേക്കും ഒരുപാട് ഇഷ്ടം ഉണ്ടായിരുന്നു, കാണാൻ വന്ന് കണ്ടു. പക്ഷെ അത് പഴയതിനെക്കാട്ടിയും കൂടുതൽ മനോഹരമായിരുന്നു. 4K റിലീസ് നമ്മൾ പ്രതീക്ഷിച്ചില്ല, പക്ഷേ കണ്ടില്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടമാണ് ഇത് 4K-യിൽ കാണുമ്പോൾ. കാരണം നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷാജി കൈലാസ് എന്ന് പറഞ്ഞ ഡയറക്ടറുടെ ചിത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങൾക്കും ഒരു പ്രോമിസിങ് ആയ ചിത്രമാണ്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ അന്ന് വെച്ച ആ ഫ്രെയിംസ് ഇപ്പോഴത് കാണുമ്പോൾ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഭംഗി, പിന്നെ ഇവരുടെ ഒരു വരവൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിനിമകൾ ഇങ്ങനത്തെ ഒരു ഫ്രെയിംസ് ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ 4K-യിൽ വരുമ്പോഴല്ലേ അത് കാണാൻ പറ്റുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലത്ത് അവർ ഇത്രയും എഫേർട്ട് എടുത്ത ചിത്രമാണല്ലോ. ഇത്രയും ടെക്നോളജികൾ ഇല്ലാത്ത സമയത്ത് അവരുടെ തന്നെ ഒരു കഴിവിലെടുത്ത ചിത്രമല്ലേ. അപ്പം വളരെ രസമുണ്ട് അത് കാണാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത്രയും ക്വാളിറ്റിയിൽ ഈ ചിത്രം കാണുമ്പോൾ വിചാരിക്കും, നമ്മൾ TV കാണുമ്പോൾ വിചാരിക്കും ഇത്രയും ക്വാളിറ്റിയിലായിരുന്നു ഈ ചിത്രം എടുക്കേണ്ടതെന്ന് തന്നെ തോന്നും. ചിത്രം നല്ലത് തന്നെ, 4K-യിൽ കാണാൻ രസമായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരു തിയേറ്റർ വാച്ചിന് പറ്റിയ ഒരു മസ്റ്റ് തിയേറ്റർ വാച്ചാണത് 4K-യിൽ. മമ്മൂട്ടി ഫാൻകളാണ്. അതിൽ ഏറ്റവും നമ്മളെ കലാഭവൻ മണിച്ചേട്ടനെ കാണുമ്പോഴാണ് ഒരുപാട് പേരും നമ്മളെ വിട്ടുപോയി. അതിൽ ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്ന മണിച്ചേട്ടനെ കാണുമ്പോഴാണ്. കുറച്ചുകൂടിയൊക്കെ ഇപ്പോഴത്തെ ചിത്രങ്ങളിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. എല്ലാവരെയും കുറേ ആൾക്കാർ വിട്ടുപോയി, എങ്കിലും കൊള്ളാം, എല്ലാം കൊള്ളാം. അതിനാണല്ലോ കണ്ടത്. 4K ആകുമ്പം നമുക്ക് എല്ലാ ക്വാളിറ്റിയിലും കിട്ടുമല്ലോ. 4K ആയാലും ആ ക്വാളിറ്റിയിൽ കിട്ടുമോ എന്നുള്ളതായിരുന്നല്ലോ നമ്മുടെ ഡൗട്ട്.